മലയാളത്തിന്റെ സ്വന്തമായിരുന്ന ആ നടിമാരിപ്പോൾ എവിടെയാണ്? മാധവി. ചന്ദനലേപ സുഗന്ധം പൂശിയൊരു ഉണ്ണിയാർച്ചയായും ആശയേറ്റിട്ടും കരഞ്ഞു തളരാത്ത കേരളത്തിലെ അബാലവൃന്ദം ജനങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ആകാശദൂതിലെ ആനിയായും നിറഞ്ഞാടിയ മാധവി ഇപ്പോൾ സമ്പൂർണ്ണ വീട്ടമ്മയായി ന്യൂജേഴ്സിയിലെ വീട്ടിൽ ഭർത്താവ് റാൽഫിനും മക്കളായ ടിഫാനിക്കും പ്രിസ്കിലയ്ക്കും ഈവ്ലിനുമൊപ്പം സസന്തോഷം കഴിയുന്നു. റാൽഫ് ശർമ്മയുടെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിൽ വ്യാപൃതയായ അവർ പൂർവാശ്രമത്തിൽ താൻ നടിയായിരുന്നു എന്ന കാര്യം മറന്ന മട്ടാണിപ്പോൾ. കാർത്തിക. സുനന്ദ നായരെന്ന കാർത്തിക വഴിതെറ്റിയെത്തിയൊരു പെൺകൊടിയെപ്പോലെ മലയാള സിനിമയിലെത്തി 1 ഡസനോളം ഹിറ്റുകൾ സമ്മാനിച്ചു. കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്ത് അഭിനയം മതിയാക്കി കുടുംബസ്ഥയായി മാറിയ കഥ ആരെയും അമ്പരപ്പിക്കുന്നതും ആരിലും അസൂയ ഉളവാക്കുന്നതുമാണ്. മോഹൻലാലിലും കമലഹാസനുമൊപ്പം നായികയായെങ്കിലും കേവലം 24 ചിത്രങ്ങൾ മാത്രമാണ് അഭിനയിച്ചത്. വിവാഹശേഷം ഭർത്താവ് ഡോക്ടർ സുനിലിനുമൊത്ത് മാൽദീവ്സിൽ താമസം ആരംഭിച്ച കാർത്തിക വിഷ്ണു എന്ന ഏക മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഗോപിക. മലയാളത്തിൽ തരംഗം തീർത്ത ലജ്ജാവതി, ഗേർലി ആൻഡോ എന്ന ഗോപിക താരപ്രഭയുടെ ഉന്നതിയിലാണ് വിവാഹിതയായി കുടുംബസ്ഥയാകുന്നത്. 2008 ഡോക്ടർ അജിലേഷ് ചാക്കോയെ വിവാഹം ചെയ്തതോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഗോപിക 2013 ജയറാമിന്റെ നായികയായി ഭാര്യ എത്ര പോരാ എന്ന സിനിമയിൽ നായികാവേഷം ചെയ്തിരുന്നു. ഭർത്താവിനോടും 2 മക്കളോടുമൊപ്പം ഓസ്ട്രേലിയയിൽ കുടുംബസ്ഥയായി കഴിയുകയാണ് ഗോപിക എന്ന ഗേളി അജിലേഷ് ഇപ്പോൾ. ഗീത. പഞ്ചാഗ്നിയിലും വാത്സല്യത്തിലും ആവനാഴിയിലും വൈശാലിയിലുമൊക്കെ മലയാളി മറക്കാത്ത വേഷം ചെയ്ത ഗീത 1997 അമേരിക്കയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ വാസൻ തത്തമ്മനെ വിവാഹം കഴിച്ചതോടെ സിനിമാ രംഗം വിട്ടെങ്കിലും 2003 വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തി. ന്യൂജേഴ്സിയിൽ താമസക്കാരിയായ ഗീത 2 ആൺകുട്ടികളുടെ മാതാവും കൂടിയാണ്. രഞ്ജിനി. സിംഗപ്പൂരിൽ ജനിച്ചു വളർന്ന സാക്ഷാ സെൽവരാജനെ രജനി എന്ന് പേരുമാറ്റി നടിയാക്കിയത് സാക്ഷാൽ ഭാരതി രാജയായിരുന്നു. അദ്ദേഹത്തിന്റെ മുതൽ മര്യാദയായിരുന്നു രഞ്ജിനിയുടെ ആദ്യ ചിത്രം. മലയാളത്തിലെ എവർഗ്രീൻ ചിത്രം എന്ന് വിശേഷിക്കപ്പെടാവുന്ന പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ചിത്രം എന്ന സിനിമയിലെ നായികാവേഷം അവരെ മലയാളത്തിന്റെ പ്രിയങ്കരിയാക്കി. കസ്റ്റംസ് ഡയറി എന്ന ചിത്രത്തിനു ശേഷം വലിയൊരു ഇടവേളയെടുത്ത രഞ്ജനിയെ പിന്നീട് കാണുന്നത് നായികാ നടിയുടെ ചേലകൾ ഒന്നും ചേരാത്ത തടിച്ചുരുണ്ടൊരു ഓവർസീസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജോയിന്റ് ഡയറക്ടറുടെ വേഷത്തിലാണ്. പറഞ്ഞാലും തീരാത്തത്ര നടിമാരുടെ കഥകൾ ഇനിയുമുണ്ട്. നിങ്ങൾ കേൾക്കാനും കാണാനും അറിയാൻ